ഹലോ കൂട്ടുകാരെ, നിങ്ങൾ രസവട എന്ന് കേട്ടിട്ടുണ്ടോ? തെക്ക് ഭാഗത്തൊക്കെ, തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഈ രസവട രസവും പരിപ്പൂടയും കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു സാധനമാണ് രസവട. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് നോക്കില്ല. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ രസവട തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടെ നല്ല കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് ജീരകം, വെളുത്തുള്ളി, കുരുമുളക്, നമ്മുടെ രസം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത്. സാധാരണ രസം ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിരിക്കും കേട്ടോ. പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ സാധാരണ രസം ഉണ്ടാക്കുന്നത് പോലെ സാധനങ്ങളൊക്കെ അത് തന്നെയാണ്, പക്ഷേ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് എന്നാൽ മാത്രമേ നമുക്ക് ആ രസത്തിൻ്റെ ആ വെള്ളം അങ്ങോട്ട് കുടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതവിടെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പുളി വെള്ളവും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഒരു 10 ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും ജീരകമൊക്കെ ഉള്ള കൂട്ടുണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ പുളിവെള്ളം കൂടി ആവശ്യാനുസരണം, നിങ്ങളുടെ ഓരോ നാട്ടിലും ഓരോ പുളിക്കും ഓരോ പുളി കൂടുതലും കുറവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പുളി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ രസപ്പൊടി. ഈ രസപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കറക്റ്റ് ആ രസത്തിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും. പക്ഷേ ഒരു ഇച്ചിരി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ രസപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നല്ലതുപോലെ തിളച്ച് നമ്മുടെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയാൽ മതി. അപ്പോഴത്തേക്ക് നമുക്കതിനകത്ത് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ആവശ്യാനുസരണം പുളിയൊക്കെ കറക്റ്റ് ആകുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിനകത്തോട്ട് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. ആ ഒരു തിള വന്നതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് തീ ഓഫാക്കി വെക്കണം കേട്ടോ. ഇത് ഒരുപാടിട്ട് തിളച്ച് മറിയരുത്. പിന്നെ ഇത് പരിപ്പുവട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ കയ്യിൽ പരിപ്പുവട ഇല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് മേടിച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ പരിപ്പുവടയുടെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ചാനലിലുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചൂടോടുകൂടിയുള്ള രസത്തിൽ നമ്മുടെ പരിപ്പുവട മുക്കിയിട്ട് വയ്ക്കുക ഇതുപോലെ. അതിനുശേഷം ഒരു 1/4 മണിക്കൂറിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രസമൊക്കെ നമ്മുടെ പരിപ്പുവടയുടെ ഉള്ളിലോട്ടൊക്കെ കയറി നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ തെക്കൻ നാട്ടിലെ രസവട തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.